ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എന്തിനാണ് തിരുവനന്തപുരത്തേക്ക് വന്നത്. ഒരൊറ്റ ദിവസത്തെ പരിപാടി കേട്ടോ. അപ്പോൾ എൻ്റെ മാമൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിൻ്റെ അടുത്തുനിന്ന്. അതിന് വേണ്ടി വന്നതാണ് കേട്ടോ. ഒരു മികച്ച മാപ്പിളപ്പാട്ട് ഓൾഡ് ഗായികയായിരുന്നു. ഒരുപാട് കാണാനുണ്ട് തിരുവനന്തപുരത്ത് കേട്ടോ. നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ കാണാൻ. പക്ഷേ ഒന്നും കാണാനുള്ള ഒരു ടൈം കിട്ടിയില്ല. നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു കാഴ്ചകളൊക്കെ ആണ് കേട്ടോ ഇത്. നമുക്ക് ഇങ്ങോട്ടേക്ക് റിട്ടേൺ ഉള്ള ടിക്കറ്റ് കൊടുത്തിരിക്കണം. ട്രെയിൻ ടിക്കറ്റ് 8:30 വണ്ടി എടുക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം ചെയ്തെടുക്കണം. നമ്മൾ ടൗൺ ഹാളിലേക്ക് പോവാണ് കേട്ടോ ബസ്സിൽ. അപ്പോൾ അവിടെ എയർപോർട്ടൊക്കെ കണ്ട്, ട്രിവാൻഡ്രം എയർപോർട്ട് കണ്ട് അവിടെ പ്ലെയിന് നിർത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ട് എന്തായാലും ഇതിലൊന്നും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞില്ല. ഇത് അവിടുത്തെ പുതിയ സ്റ്റാൻഡാണ്. നമ്മളെ കോഴിക്കോടത്തെ മാതിരി തന്നെ എനിക്ക് തോന്നുന്നത് കേട്ടോ. അവിടെ ചെന്നിട്ട് നമ്മളവിടെ കോഴിക്കോട് ഉള്ള ഒരു ഫീലിങ്സ് തന്നെ, ഒരു വ്യത്യാസമൊന്നുമില്ല. ഇവിടുത്തെ ബസ്സിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നീളവും വീതിയൊക്കെ കൂടിയിട്ട് ഒരുപാട് സീറ്റ് ഉണ്ടാവും ഇരിക്കാൻ എല്ലാവർക്കും, മുന്നിലേക്കൊക്കെ ആയിട്ട്. നല്ല രസം തോന്നിട്ടോ ഈ ബസ്സിലൊക്കെ കയറിയപ്പോൾ. ഒരു വ്യത്യസ്തമായിട്ട് നമ്മളിവിടുത്തേനെക്കാട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടൊക്കെ തോന്നുന്നുണ്ട് ഈ ബസ്സിൽ കയറിയിട്ട്. കണ്ടില്ലേ, ഒരു പിടിക്കുന്ന കമ്പികൾക്കൊക്കെ ഒരു വ്യത്യാസമായിട്ട് തോന്നുകയാണ്. നമ്മളവിടെ അങ്ങനെ അല്ലല്ലോ. അപ്പോൾ സീറ്റുകളും ഉണ്ടാവും ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനും ഒക്കെ. എന്തായാലും ഈ ഒരു ബസ് യാത്രയിലാണ് കേട്ടോ ഞാൻ എല്ലാ കാഴ്ചകളൊക്കെ കാണുന്നത്. നമ്മളിവിടുത്തെ തിരുവനന്തപുരത്തെ എന്തായാലും പോയി കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതാ ഈ സെക്രട്ടേറിയറ്റ് കണ്ടു. ഈ നമ്മൾ വാർത്തയിലൊക്കെ കാണലുണ്ട് സെക്രട്ടേറിയറ്റ്. അപ്പോൾ അതൊക്കെ കണ്ടു. എയർപോർട്ട് കണ്ടു, പിന്നെ KSRTC കണ്ടു, അവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടൊക്കെ പുറത്തുനിന്നാണ് കേട്ടോ കാണുന്നത്. മ്യൂസിയം കണ്ടു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്തായാലും. അപ്പോൾ ഇതാ നമ്മൾ അവിടുത്തെ സ്ഥലത്തെത്തി. അവിടുത്തെ ടാഗോറാണോ ടൗൺ ഹാളാണോ എന്ന് എനിക്കറിയില്ല. അത് രണ്ട് കൺഫ്യൂഷനായിട്ട് നിൽക്കാൻ കേട്ടോ. എന്തായാലും അടിപൊളി സെറ്റപ്പാണ് കേട്ടോ ഇവിടെ. ഒരുപാട് അങ്ങോട്ട് ഒരു കയറ്റാണ്, നടക്കാനുണ്ട് കുറച്ച്. അപ്പോൾ അവിടുന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഇവിടെ വന്നിട്ട്. പിന്നെ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളവിടെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ക്യാൻറ്റീനിൽ പോയിട്ടോ ബിരിയാണിയൊക്കെ കിട്ടും എന്ന് ചോദിച്ച് പ്രതീക്ഷിച്ച് കയറിയതായിരുന്നു. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ ചോറ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരു ഉപ്പും പുളിയില്ലാത്തൊരു ഒട്ടും ടേസ്റ്റ് ഇല്ലാത്തൊരു ചോറാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. എന്നാലും വേണ്ടിയില്ല ചേച്ചി നമ്മളത് കഴിച്ച്. മക്കളൊക്കെ ഭയങ്കര ഇളിഞ്ഞു പോയിക്കുന്നത്. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ രാത്രിയൊക്കെ ബിരിയാണിയൊക്കെ കഴിച്ച് അടിപൊളിയാക്കിയിട്ടാട്ടോ പോയത്. എന്തായാലും അത് വേറെ കാര്യം. ആ ഒരു കൗണ്ടറിലേക്ക് ഞാൻ ഒരുപാട് കറൻസി കണ്ടിട്ടോ പണ്ടത്തെ. ഇത് നമ്മുടെ ഇന്ത്യയിലുള്ളതാണോ എന്ന് എനിക്കറിയില്ല, പിന്നെ വേറെ കൺട്രിയിലുള്ള നോട്ട്സുകളൊക്കെ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പല തരത്തിലുള്ള കറൻസികളും ഞാൻ കണ്ടു ഇവിടെ. അടിപൊളി. എനിക്ക് കണ്ടപ്പോൾ നല്ലൊരു കൗതുകം പോലെ തോന്നി എനിക്കിതൊക്കെ കണ്ടിട്ട്. പിന്നെ അവർ എടുക്കാനൊക്കെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ കോയിൻസ് എനിക്ക് അവരോട് ചോദിക്കാൻ പറയും, ഇത് നമ്മുടെ ഇന്ത്യൻ കറൻസികൾ തന്നെ ആണോ എന്നുള്ളത്. അതൊക്കെ ചോദിക്കാൻ മറന്നുപോയി. പിന്നെ നമ്മൾ അവിടുത്തെ മ്യൂസിയത്തിലാണ് കയറിയത്. പക്ഷെ അവിടെ കയറിയപ്പോൾ നമ്മൾ എല്ലാത്തിലൊന്നും കയറാനൊന്നും പറ്റില്ല. അവിടെയുള്ള ഗാർഡൻസൊക്കെ കുറച്ച് കണ്ടു. അല്ലാതെ നമുക്ക് ടൈമില്ല, നമ്മൾ പരിപാടി നടക്കുന്ന അങ്ങോട്ട് പോകണമല്ലോ. അതിൻ്റെ തൊട്ടടുത്താണ് ഇതെല്ലാ സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ കുറച്ച് ഗാർഡൻ ഏരിയ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. കുറേ നേരം അതിനായിട്ട് തന്നെ പോകണം. നമ്മൾ ഒരൊറ്റ ദിവസത്തെ ഒരു ആവശ്യത്തിന് പോയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറുങ്ങനെ ചുറ്റി കണ്ടു എന്നുള്ളൂ. അല്ലാതെ എല്ലാത്തിലും കയറാനൊന്നും നമുക്ക് പറ്റിയില്ല. എന്തായാലും മൊത്തം അടിപൊളിയാണ്. എല്ലാത്തിലും കയറാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇവിടെ ഒരു ചാനലിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്. നമ്മളെ പിടിച്ചേക്കാണ് മാഡം ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് പോകാനാണ് കേട്ടോ. പക്ഷെ നേരെ ഇല്ലാത്തതിനോണ്ട് അതിനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ ഇതാ നമ്മളിവിടെ വന്നപ്പോൾ പ്രസിദ്ധ ചാലക്കുടീൻ്റെയൊക്കെ അടിപൊളി നാടൻ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ നമ്മൾ മീഡിയയിലൂടെയൊക്കെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവരുടെ പാട്ടൊക്കെ കാണാൻ പറ്റി, അവരുടെ സംഘത്തെ കാണാൻ പറ്റി. നമ്മൾ യൂട്യൂബിലൊക്കെ ആണല്ലോ കാണല് അവരെ. എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ. ഈ വേദിയിൽ ഒരുപാട് അടിപൊളി ടൗൺ ഹാളാണെന്ന് തോന്നുന്നു കേട്ടോ അത്. അപ്പം നമ്മുടെ CM വരുന്നുണ്ട്, അത് സ്ക്രീനിൽ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് വരുന്ന രംഗമൊക്കെ. ഒരുപാട് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പന, കഥകളി, പിന്നെ എന്തൊക്കെയോ എല്ലാ പരിപാടിയും അവിടെ ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സൈഡിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ. പിന്നെ ചെണ്ടമേള അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മന്ത്രീൻ്റെ കുറച്ച് പ്രസംഗം അങ്ങനെയൊക്കെ ഉദ്ഘാടനം അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു അവാർഡിലേക്കൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ ടൈമും ടപ്പാന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്യുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ ജമീല
NP മാപ്പിള കലാ രംഗത്തെ ഗായികയാണ്. മാപ്പിളപ്പാട്ട് ഗായിക ജമീല. ശ്രീ ഉമ്മർ പി. എന്തായാലും ഇത് അമ്മായിയുടെ അച്ചീവ്മെൻ്റ് ആണ്, പ്രൗഡ് മൊമെൻറ്റ്സ് ആണ്, ഒക്കെ നമുക്ക് അഭിമാന നിമിഷങ്ങൾ തന്നെയാണ് കേട്ടോ. എന്തായാലും അപ്പോൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. കേരള ഫോക്ലോർ അക്കാദമിയുടെ അവാർഡായിരുന്നു. പിന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ്, പൊന്നാട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നല്ല അടിപൊളി വെയിറ്റ് ആയിരുന്നു കേട്ടോ, കണ്ട മാതിരി നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഇതാണ് അവാർഡ് ജേതാവ് ജമീല, അതായത് എൻ്റെ മാമൻ്റെ വൈഫ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്ത് വന്നത് കേട്ടോ. അപ്പം ഈ ആൾ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത്, പുതിയതായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.